Every creature in this earth is perfectly designed by God to live in its environment. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ പരിസ്ഥിതിയിൽ ജീവിക്കാൻ ദൈവം പരിപൂർണമായി രൂപകൽപ്പന ചെയ്തതാണ്. ഒരു മത്സ്യത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കണ്ണെത്താ ദൂരത്തായി പരന്നു കിടക്കുന്ന ആഴിയിൽ ജീവിക്കുവാനായിട്ടാണ്. എന്നാൽ ആ മത്സ്യം വെള്ളത്തിൽ നിന്നും ജീവിതം സന്തോഷിക്കുവാനായി കരയിലേക്ക് ചാടി വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരു പക്ഷിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് വിശാലമായി കിടക്കുന്ന ആകാശത്തിൽ പറക്കുവാനായിട്ടാണ്. എത്ര ഉയരത്തിലും എത്ര താഴേക്കും പറക്കുവാനായി അതിന് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ പക്ഷി വെള്ളത്തിലേക്ക് ഊളിയിട്ടു പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് തൻ്റെ രൂപകൽപ്പനയിൽ നാം ആയിരിക്കുവാൻ വേണ്ടിയാണ്. തൻ്റെ പുത്രനാം യേശു കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിസ്ഥിതിയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ നിയമിച്ചാക്കിയിരിക്കുന്ന ഒരു ലോകമുണ്ട്. അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിനുള്ളിൽ കഴിയുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതും വീണ്ടെടുത്തിരിക്കുന്നതും. നമുക്ക് നമ്മുടേതായ ഒരു ലോകം സൃഷ്ടിക്കുവാനോ മറ്റു ഇഷ്ടമുള്ള ഒരു ലോകത്തിലേക്ക് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനുമായി കടന്നു പോകുവാനോ അനുവാദമില്ല. തിരുവചനം പറയുന്നു, യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ദൈവമക്കളുടെ ലോകം ദൈവരാജ്യമാണ്, അല്ലെങ്കിൽ സ്വർഗരാജ്യമാണ്. നമ്മുടെ പൗരത്വം ഈ സ്വർഗരാജ്യത്തിലാണ്. ഈ ദൈവരാജ്യമുള്ളത് നമ്മുടെ ഇടയിൽ തന്നെ, എന്ന് വച്ചാൽ നമ്മുടെ ഹൃദയങ്ങളിൽ. ക്രിസ്തുയേശു രാജാവായി വാഴുന്ന ഈ രാജ്യത്തിൻ്റെ പുത്രീപുത്രന്മാരാണ് നാം ഓരോരുത്തരും. ഈ രാജ്യമായിരിക്കണം നാം ഇഷ്ടപ്പെടേണ്ടുന്ന ലോകം. ഈ രാജ്യമായിരിക്കണം നാം ജീവിക്കേണ്ടുന്ന ലോകം. ഈ രാജ്യമായിരിക്കണം നാം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യേണ്ടുന്ന ലോകം. തിരുവചനം പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവം നമുക്കായി രൂപകൽപ്പന ചെയ്ത ഈ ലോകത്തിൽ തന്നെ നമുക്കായിരിക്കാം. There is a design and a purpose for each of our lives. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരു രൂപകൽപ്പനയും ഒരു ലക്ഷ്യവുമുണ്ട്. Let us be always in His design and purpose. നമുക്കവൻ്റെ രൂപകൽപ്പനയിലും ലക്ഷ്യത്തിലും എപ്പോഴും ആയിരിക്കാം. Have a blessed day.